എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനിത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റിലോട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഫാഹയിലാണ്. ഫാഹയിൽ ഒരു ബസ്സിൽ കയറി നമ്മുടെ KPTCയുടെ ബസ്സിലാണ് ഇരിക്കുന്നത്. 250 ഫീൽസ് കൊടുത്തൊരു ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഫാഹയിൽ നിന്ന് പോകുന്നവർക്ക് ഡയറക്റ്റ് ബസ് ഇല്ല എന്നുള്ളതാണ്. അതിന് നമുക്ക് ഫർവാനി ഇറങ്ങിയിട്ട് വേണം പോകാൻ. അവിടെ നിന്ന് 21 നമ്പർ ബസ് മേടിക്കണം കേട്ടോ. അപ്പോൾ ബസ്സിലൊക്കെ തീരെ ആൾക്കാർ കുറവാണ്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ലാസ്റ്റ് റോയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ദൂരമുണ്ട് ഇവിടുന്ന്. നമുക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര ഫ്രൈഡേ മാർക്കറ്റിലേക്കാണ് കേട്ടോ. നിങ്ങൾ കുവൈറ്റിൽ ഫാമിലി ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഫാമിലി ആയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാര്യം ഇവിടെ എല്ലാ സാധനങ്ങൾക്കും തീരെ ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ എല്ലാ യാത്രകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാര്യം ഏറ്റവും ചെലവ് ചുരുക്കി എങ്ങനെ യാത്ര ചെയ്യാം എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു വണ്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യുന്നത് കേട്ടോ. ഈ യാത്രയ്ക്കും ഞാൻ സെലക്ട് ചെയ്തത് ബസ് തന്നെയാണ്. 1/4 ദിനാർ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഞാൻ പിന്നിലെ സീറ്റ് ഞാൻ തിരഞ്ഞെടുത്തു. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ യാത്ര ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പുരോഗമിച്ചു എന്നുള്ളതാണ് സത്യം. ഈ ബസ്സിൽ കയറി ഇരുന്നപ്പോൾ എനിക്ക് ഈ ബസ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നു. കാര്യം നമ്മുടെ നാട്ടിലും നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ വരും അല്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ സൈഡ് സീറ്റിൽ പോയിരുന്ന് പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരും. ഈ ബസ്സിൽ വന്നപ്പോഴും എനിക്ക് അതേ ഓർമ്മകളാണ് വന്നത്. കാര്യം നമ്മുടെ ബസ്സുമായിട്ട്, നാട്ടിലെ ബസ്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കമ്പയർ ചെയ്തു കേട്ടോ. ഈ ബസ്സിൻ്റെ പ്രവർത്തനം കണ്ടില്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവർ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തതെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ബസ് പല സ്ഥലങ്ങളും ഇങ്ങനെ മേഖലകൾ പിന്നിടുമ്പോൾ പലതരത്തിലുള്ള ഈ കെട്ടിടങ്ങളിൽ തന്നെ കുറേ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില സ്ഥലങ്ങളിൽ നേരത്തെ കണ്ടത് നമ്മൾ കുവൈറ്റുകൾ താമസിക്കുന്ന ഒരു ബന്ധമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അത് ഫ്ലാറ്റുകളായിട്ട് മാറി കേട്ടോ. അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ഇതിലൂടെയുള്ള ബസ് യാത്ര എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ബസ്സിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫൈനലി നമ്മുടെ അൽറായി ലുലുവിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അൽറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഫ്രൈഡേ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ വന്നത് ഫാഹിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് 21 ബസ് നമ്പർ കയറിയിട്ട് നമ്മളിവിടെ എത്തി. ഇവിടെ നിന്നൊരു ജസ്റ്റ് ഒരു ഫ്ലൈ ഓവർ ഉണ്ട് കേട്ടോ. ആ ഫ്ലൈ ഓവർ ഇങ്ങനെ ക്ലോസ് ചെയ്യണം. ആ ഫ്ലൈ ഓവർ ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗ്രാൻഡ് ഹൈപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ബോർഡ് അപ്പുറത്തെ സൈഡിൽ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ടടുത്ത് തന്നെ ലുലു ഉണ്ട്, കല്യാണമുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ളൊരു സ്പേസ് തന്നെയാണ് കേട്ടോ ഇത്. കൂടുതലും സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ വാങ്ങാനായിട്ട് കിട്ടുന്നത്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഫസ്റ്റ് ഹാൻഡ് ഐറ്റംസ് അല്ല, സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ്. പക്ഷേ ചീപ്പ് റേറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കൂടുതലും കുവൈറ്റീസ് ഉപേക്ഷിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. കാര്യം നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമൊക്കെ അറബിയൊക്കെ അറിയാമെങ്കിൽ മാത്രം പോവുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അറബി അറിയാവുന്നവരുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിയിട്ട് ചെല്ലാൻ ശ്രമിക്കുക. കാര്യം ഇത് കൂടുതലും ചെയ്യുന്നത് ഈ പറഞ്ഞ ഈജിപ്ഷ്യൻസൊക്കെയാണ്. അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ അത് വലിയൊരു പ്രോബ്ലം തന്നെയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10 KD 15 KD നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതെല്ലാം കുവൈറ്റീസ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുവൈറ്റികളും വന്നിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കണ്ട ഈ സൈക്കിളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. കാര്യം എന്ന് പറഞ്ഞാൽ വെറും 8 KD കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈക്കിളൊക്കെ മേടിക്കാൻ സാധിക്കും. ഇതുപോലുള്ള സൈക്കിളുകളും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ടൈപ്പിലുള്ള സൈക്കിളും ഉണ്ട്. എല്ലാ തരം സൈക്കിളുകളും വാങ്ങാൻ കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കുവൈറ്റിലുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മാർക്കറ്റ് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. നമുക്കിങ്ങനെ കാണുമ്പോൾ ഇത് ചെറുതാണെന്നൊക്കെ തോന്നിയാലും ഇത് അത്ര ചെറുതൊന്നുമല്ല കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. പല പല സെക്ഷനായിട്ടാണ് ഇത് കിടക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇതൊക്കെ ഓട്ടുപാത്രത്തിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ആണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ മറ്റുള്ള തുണികളുടെ വേറൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. 2 പീസാക്കാൻ പറ്റുന്ന 2 പീസ് ഇത് ജോയിന്റ് പോകത്തില്ല, സ്ട്രോങ് ആണ്. എത്ര കേടി പറഞ്ഞു? 14 14 കേടി.
ഈ ഐറ്റമാണ് കുവൈറ്റുകൾ വാങ്ങുന്നതെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. ഈ ഒരു മെറ്റീരിയലൊക്കെ ഒരു രക്ഷയില്ല, സ്ട്രോങ്ങാണ്. എത്ര കിലോ മീൻ പിടിക്കാം? 10 കിലോ. മാക്സിമം 10 കിലോ അല്ലേ? 20 KD ജപ്പാൻ ഒറിജിനൽ റൂബി വേറെയോ? മെറ്റൽ. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഏതാ? അത് ഫസ്റ്റ് ക്വാളിറ്റി ജപ്പാൻ. മെയ്ഡ് ഇൻ ജപ്പാൻ ഒറിജിനൽ. എത്ര KD പറഞ്ഞേ? 20 KD. അത് നമുക്കൊരു 18 KD കൊടുക്കാം. 18 KD. പിന്നുള്ളത് 6000. 12 KD. ഇത്നാഷ് ദിനാർ. ഈ 6000 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോഡലാണ്? മോഡലല്ല, നമുക്ക് ലൈൻ ഇതിൽ കൂടുതൽ കൊള്ളും. ലൈൻ ഇതിൽ കൂടുതൽ കൊള്ളും. അതായത് മെയ്ഡ് ഇൻ ചൈന. ഈ ഇരിക്കുന്ന എല്ലാം ഇതാണല്ലേ? ഈ ഐറ്റംസ് എല്ലാം അങ്ങനെയാണ്, ചൈന ഐറ്റംസ് ആണ്. അതുപോലെ മെയ്ഡ് ഇൻ ജപ്പാൻ ഉണ്ട് അല്ലേ? അത് അക്ഷരത്തിനാണ്. ഐറ്റംസ് ഒക്കെ കണ്ടില്ലേ? ഇതൊക്കെ വെറും 10 ദിനാർ 14 എണ്ണൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയ്ഡ് ഇൻ ചൈനയുണ്ട്, അതുപോലെ ജപ്പാൻ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കടയിൽ വന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫിഷിങ്ങിന് പറ്റിയ എല്ലാ സാധനങ്ങളും കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും നോക്കണ്ട, നമ്മുടെ കടയിലോട്ട് വന്നാൽ മതി. ഈ കടയുടെ നമ്പറും കാര്യങ്ങളൊക്കെ, ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കുവൈറ്റിലുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഫിഷിംഗ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കടയൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ മാത്രമല്ല, സകല ഐറ്റംസ് നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പലതരത്തിലുള്ള രാജ്യക്കാരെ നമുക്കിവിടെ വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഈ മാർക്കറ്റിലൂടെ വെറുതെ അലഞ്ഞിരിഞ്ഞ് നടന്നപ്പോൾ ഞാൻ കണ്ട ഒരു മലയാളി കടയാണ് കേട്ടോ ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഫിഷിംഗ് സാധനങ്ങളും നമുക്കിവിടെ മേടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫിഷിംഗൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കടയിലൊന്ന് കയറി നോക്കുക. സകല സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് കേട്ടോ. ഫ്രൈഡേ മാർക്കറ്റിൽ ഞാൻ കുറേ ദൂരമൊക്കെ യാത്ര ചെയ്തു, കുറേ സാധനങ്ങളോട് വാങ്ങാനൊക്കെ ആയിട്ട്. അതായത് ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കുറേ ദൂരമൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു, എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതും കൂടെ മേടിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ കുവൈറ്റിലുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാർക്കറ്റിൽ നിന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ലൊക്കേഷനും കാര്യങ്ങളും ചില കടകളുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും